ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. നമ്മുടെ മക്കളുടെ സ്കൂളൊക്കെ റീഓപ്പൺ ആവാറായല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ മോൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വാങ്ങിയെന്നുള്ള ചെറിയൊരു ഷോപ്പിംഗ് ബ്ലോഗായിട്ടോ ഈ പ്രാവശ്യം വന്നിട്ടുള്ളത്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യണേ. പിന്നെ പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നമ്മൾ സ്കൂളിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങാനായിട്ട് തൊടുപുഴയിലുള്ള ക്രിസ്റ്റൽ എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റിലാട്ടോ പോയത്. അവിടെ അത്യാവശ്യം നല്ല എല്ലാ ഐറ്റംസിനും ഓഫറും നല്ല വെറൈറ്റി കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആദ്യം തന്നെ ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സും ആട്ടോ നോക്കുന്നത്. നമ്മളടുത്തത് സ്കൂൾ ബാഗിൻ്റെ സെക്ഷനിലേക്കാട്ടോ പോയത്. പുതിയത് വാങ്ങാനായിട്ടൊന്നും പോയതല്ല, ജസ്റ്റ് നല്ല കളക്ഷനൊക്കെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ പോയതാട്ടോ. ഇവർക്കാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ബാഗിനാണെങ്കിൽ ഒരു കംപ്ലയിൻ്റ് ഇല്ല. പിന്നെ അത് ചുമ്മാ വേസ്റ്റാക്കി കളയണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് പുതിയത് വാങ്ങി കൊടുത്തൊന്നുമില്ല കേട്ടോ. ആൾ പുതിയത് വേണമെന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് വാശിയൊക്കെ പിടിച്ചു, പക്ഷെ പുതിയതൊന്നും അങ്ങനെ വാങ്ങിയൊന്നും കൊടുത്തില്ല. പിന്നെ നമ്മൾ അടുത്തതായിട്ട് സ്റ്റേഷനറി ഐറ്റംസിൻ്റെ സെക്ഷനിലേക്കാട്ടോ പോയത്. ഇവർക്കാണെങ്കിൽ സ്കൂളിൽ ഒന്നുമില്ലെങ്കിൽ ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ് കളറുള്ള ഹെയർ ബാൻഡോ ഹെയർ ബുഷ് സ്ലൈഡ് അങ്ങനെയൊക്കെ ഉപയോഗിക്കാവുള്ളൂ. വേറെ ഏതെങ്കിലും കളറ് വയ്ക്കാനായിട്ട് അവർ സമ്മതിക്കില്ല. അപ്പോൾ പിന്നെ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ള കുറച്ച് ഹെയർ ബാൻഡും സ്ലൈഡും ബുഷൊക്കെ ഇവിടുന്ന് വാങ്ങിയിട്ടോ. പിന്നെ നമ്മൾ പെൻസിൽ നോക്കാനാട്ടോ പോയത്. ഒത്തിരി ഡിസൈനിലുള്ള പിള്ളേർക്ക് ഇഷ്ടപ്പെട്ട കാർട്ടൂണിലൊക്കെ ഉള്ള ഒത്തിരി ടൈപ്പ് പെൻസിലുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറച്ചധികം പെൻസിൽ വാങ്ങിച്ചു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2-3 പെൻസിൽ നമ്മൾ എന്നും കൊടുത്തു വിടുമല്ലോ. അപ്പോൾ അത് പിന്നെ 2 ദിവസത്തേക്കല്ലേ ഉള്ളൂ. പിന്നെ എപ്പോഴും വാങ്ങി നടക്കണ്ടല്ലോ എന്ന് ഓർത്തോണ്ട് ഞാൻ പിന്നെ വാങ്ങിയപ്പം കുറച്ചധികം പെൻസിൽ ഒരുമിച്ച് വാങ്ങിച്ചു. അതുപോലെ തന്നെ പല പല ഡിസൈനിലും ഷേപ്പിലൊക്കെ ഉള്ള ഷാർപ്നർ, ഇറേസർ, സ്കെയിൽ അങ്ങനെ എല്ലാം ഒത്തിരി കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇങ്ങനത്തെ സ്കെയിൽ ഒരെണ്ണം വാങ്ങിച്ചു. പിന്നെ ഇങ്ങനത്തെ ക്യാരറ്റിൻ്റെ ഒരു ഇറേസർ വാങ്ങിച്ചു. അങ്ങനെ ഇതൊരു ഇറേസർ ആട്ടോ, ഐസ്ക്രീമിൻ്റെ ഷേപ്പുള്ള ഒരു ഇറേസർ. പിന്നെ അതുപോലെ ഇതിങ്ങനെ നമ്മൾ പേന പെൻസിലില്ലേ അതുപോലെ മാറ്റി ഇടുന്ന ഇറേസറാണത്. പിന്നെ ഒത്തിരി യൂണിക്കോണിൻ്റെ ഡിസൈനൊക്കെ ഉള്ള പേന പെൻസിലുണ്ടായിരുന്നു. പിന്നെ മറ്റേ അപ്പുറത്തിരിക്കണമെങ്കിൽ സ്പൈഡർമാൻ്റെ ഇങ്ങനെ മൾട്ടി കളറായിട്ടുള്ള പേനയില്ലേ അതാട്ടോ. പിന്നെ നമ്മൾ സ്കൂളിലേക്കുള്ള പൗച്ച് നോക്കാൻ വേണ്ടിയിട്ടാട്ടോ പോയത്. ഇവർക്ക് സ്കൂളിൽ ബോക്സ് 1ാം ക്ലാസ് മുതൽ ബോക്സ് ഉപയോഗിക്കാൻ പാടില്ല, പൗച്ച് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. ഒത്തിരി നല്ല പൗച്ചും ബോക്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. 200ൻ്റെ മുകളിലൊക്കെ നല്ല റേറ്റ് ഉണ്ട് അത്യാവശ്യം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒത്തിരി റേറ്റ് കൂടിയത് വാങ്ങിയിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല. ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ 1 മാസം അല്ലെങ്കിൽ 2 മാസം കഴിയുമ്പോഴത്തേക്കും പുതിയത് വാങ്ങണമല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ ഒത്തിരി റേറ്റിൻ്റെ വാങ്ങിയിട്ടും വലിയ കാര്യമൊന്നുമില്ല, ചുമ്മാ ക്യാഷ് കളയാന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് ഇങ്ങനത്തെ പൗച്ചൊക്കെ ഇല്ലേ, ഇതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. പക്ഷേ ചെറിയ മക്കൾക്കൊക്കെ അത് അത്ര സ്യൂട്ടാവാൻ ചാൻസ് ഇല്ല. എന്തെങ്കിലും അഴുക്കൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്ന് തുടച്ച് വൃത്തിയാക്കാനും ക്ലീനാക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഇത് കണ്ടോ, വേറൊരു വെറൈറ്റി ബോക്സ്. ഞാൻ ഇങ്ങനത്തെ ഒരു ബോക്സ് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതുവരെ ഞാൻ ഇങ്ങനത്തെ ഒരു ബോക്സ് കണ്ടിട്ടില്ല കേട്ടോ. ഇതിനകത്തൊരു മിനി വൈറ്റ് ബോർഡും അതിൻ്റെ അകത്ത് എഴുതാൻ പറ്റിയ ഒരു പിന്നും ഉണ്ട്. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനത്തെ ഒരു ബോക്സ് ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ റഫ് ബുക്ക് പൊതിയാനായിട്ട് ബ്ലൂ കളറുള്ള ഒരു റോള് പേപ്പർ മേടിച്ചു. പിന്നെ ഇവിടെ എല്ലാ നോട്ട്ബുക്സിനും എല്ലാ നല്ല കമ്പനിയുടെ നോട്ട്ബുക്സിനും 15% അല്ലെങ്കിൽ 20% ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. ഇനി ഞാൻ എന്തൊക്കെ ഐറ്റംസാണ് അവിടെ നിന്ന് വാങ്ങിയെന്ന് കാണിച്ചു തരാം കേട്ടോ. ആദ്യം തന്നെ ഞാൻ ഈ ഒരു പൗച്ചാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. ഇത് നല്ല ക്വാളിറ്റി ഉള്ളൊരു പൗച്ചാട്ടോ. നല്ല കട്ടിയുണ്ട് അതിൻ്റെ പുറം വശത്തിനൊക്കെ, അതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ പോകില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ അകത്ത് ഇറേസറും ഷാർപ്നറും സ്കെയിലൊക്കെ വയ്ക്കാനായിട്ട് വേറെ ഒരു കള്ളി പോലെയുണ്ട്. അതുപോലെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. പിന്നെ ഒരു ലഞ്ച് ബോക്സും കൂടി മേടിച്ചു കേട്ടോ. അത് നമ്മൾ ആ സൂപ്പർ മാർക്കറ്റിൽ നിന്നല്ല കേട്ടോ വാങ്ങിച്ചത്. ഞാൻ വിചാരിച്ച പോലത്തെ ഒരു ലഞ്ച് ബോക്സ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിച്ചതാട്ടോ. നല്ല സൂപ്പർ ക്വാളിറ്റി ഉള്ളൊരു ലഞ്ച് ബോക്സ് ആട്ടോ. അതുപോലെ ഇതിൻ്റെ മേൽവശം നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റും. അതിൻ്റെ അകത്ത് ഒരു സ്പൂണും ഒരു ഫോർക്കും ഉണ്ട് കേട്ടോ. ഇപ്പോൾ പിള്ളേർക്ക് ഇപ്പോൾ സ്പൂണും ഫോർക്കും വേണ്ടെങ്കിൽ ആ പോർഷൻ നമുക്ക് ഓപ്പൺ ആക്കാതെ വെച്ചാൽ മതിയല്ലോ. പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു കറിയൊക്കെ ഒഴിച്ച് വെക്കുന്ന ചെറിയൊരു പാത്രം കൂടി അതിൻ്റെ കൂടെ ഉണ്ട്. അതുപോലെ അതിൻ്റെ അടപ്പ് തുറക്കുമ്പം അതിൻ്റെ അകത്ത് 3 പാർട്ടായിട്ടാട്ടോ ഡിവൈഡ് ചെയ്തേക്കണേ. അതിൻ്റെ മെറ്റീരിയൽ നല്ല സ്റ്റീലാണ്. അതുപോലെ ആ പോർഷൻ നമുക്ക് അതിനകത്ത് മാറ്റി എല്ലാം നല്ലപോലെ ക്ലീൻ ആക്കാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ നമ്മളൊരു എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മക്കളുടെ പേര് അതിനകത്ത് അവർ എഴുതി തരും കേട്ടോ. അതാണെങ്കിൽ അങ്ങനെ മാഞ്ഞു പോണ ടൈപ്പ് ഒന്നുമല്ല, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ മൊത്തത്തിൽ. പിന്നെ കുറച്ചധികം റഫ് ബുക്ക് വാങ്ങിട്ടോ. പിന്നെ ഇവർക്ക് സ്കൂളിൽ നിന്ന് നോട്ട്സ് എല്ലാം അവിടെ നിന്ന് തന്നെ കിട്ടും. അതുകൊണ്ട് നമ്മൾ റഫ് ബുക്ക് മാത്രം പുറത്തുനിന്ന് വാങ്ങിച്ചാൽ മതി. അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം വാങ്ങിയപ്പം കുറച്ചധികം റഫ് ബുക്ക് മേടിച്ചു.
പിന്നെ സ്കൂളിൽ പോകുമ്പം വയ്ക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്കും വൈറ്റും കളറിലുള്ള ഹെയർ ബാൻഡും കുറച്ച് ബ്ലാക്ക് സ്ലൈഡും ബ്ലാക്ക് കളറുള്ള ഹെയർ ബുഷ് അങ്ങനെ കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചു. ഞാൻ പിന്നെ വാങ്ങുമ്പോൾ എപ്പോഴും കുറച്ചധികം ഐറ്റംസ് വാങ്ങും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എപ്പോഴും പിന്നെ അതിനായിട്ട് തന്നെ ഇങ്ങനെ എപ്പോഴും നടക്കണ്ടേ. ഇതാകുമ്പോൾ പിന്നെ കുറേ നാളത്തേക്ക് പിന്നെ നമ്മൾ പിന്നെ വാങ്ങേണ്ടതായിട്ട് വരുമല്ലോ. അതുകൊണ്ട് എപ്പോൾ വാങ്ങിയാലും ഞാൻ കുറച്ചധികം ഒരുമിച്ച് വാങ്ങി വയ്ക്കാറുണ്ട്. പിന്നെ യൂണിഫോമിൻ്റെ ഒപ്പം ഇടാനായിട്ട് ഷോർട്സ് മേടിച്ചു. ഈ പ്രാവശ്യം വൈറ്റ് കളറായിട്ട് മേടിച്ചു. അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും ഒന്നില്ലെങ്കിൽ സ്കിൻ കളർ അല്ലെങ്കിൽ ബ്ലാക്കാണ് വാങ്ങാറ്. അപ്പം അത് ഉള്ള കാരണം വൈറ്റാണ് മേടിച്ചത് കേട്ടോ. 4 എണ്ണം മേടിച്ചു. മഴയൊക്കെയില്ല, അപ്പോൾ പിന്നെ ഉണങ്ങാൻ പാടായാലോ എന്ന് ഓർത്തുകൊണ്ട് 4 വൈറ്റ് ഷോർട്സ് മേടിച്ചു. പിന്നെ നമ്മൾ ഈ പിങ്ക് കളറുള്ള ക്യാരറ്റിൻ്റെ ഷേപ്പിലുള്ള ഒരു ഷാർപ്നർ കണ്ടില്ലായിരുന്നോ, അതാട്ടോ വാങ്ങിയത്. ഇതിൻ്റെ ആണെങ്കിൽ മേളിൽ ആ ഗ്രീൻ കളറുള്ള ലീഫ് മാറ്റുമ്പോൾ നമുക്കവിടെ ഷാർപ്പൻ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് അത് വേണമെങ്കിൽ ക്ലോസ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ വേസ്റ്റ് അടിയിൽ പോയി കിടന്നോളും. പിന്നെ ഒരു പാക്കറ്റ് കളർ പെൻസിൽ മേടിച്ചു. ഞാൻ എപ്പോഴും ഈ കമ്പനിയുടെ കളർ പെൻസിൽ തന്നെയാട്ടോ മേടിക്കാറ്. പിന്നെ ഒരു 5 പാക്കറ്റ് പെൻസിൽ വാങ്ങിച്ചു കേട്ടോ. പെൻസിലൊക്കെ വാങ്ങിച്ചപ്പം കുറച്ചധികം തന്നെ വാങ്ങിച്ചു. എന്തായാലും ഒരു പാക്കറ്റ് പെൻസിൽ ഒരു 1-2 ആഴ്ചത്തേക്കല്ലേ കാണുള്ളൂ. അതുകൊണ്ട് പിന്നെ കുറച്ചധികം വാങ്ങിച്ചു. ഇവള് പിന്നെ കൊണ്ടുപോകുന്ന ഐറ്റംസ് ഒന്നും അങ്ങനെ കളഞ്ഞിട്ടൊന്നും വരില്ല. കറക്റ്റായിട്ട് തിരിച്ചേ കൊണ്ടുവരും, പക്ഷെ വെറുതെ ഷാർപ്പൻ ചെയ്ത് അതിങ്ങനെ തീർത്തുകൊണ്ടിരിക്കും. പിന്നെ സ്കെയില് ഈ പിങ്ക് കളറുള്ള മിക്കി മൗസിൻ്റെ ഒരെണ്ണം മേടിച്ചു. കുഴപ്പമില്ല, അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ ഉണ്ട്. പിന്നെ പേന പെൻസിൽ പോലെ നമ്മൾ ചേഞ്ച് ചെയ്ത് തരുന്ന ഇറേസർ അത് ഒരെണ്ണം മേടിച്ചു. പിന്നെ വൈറ്റ്നർ, മാർക്കർ, പിന്നെ നമ്മൾ പേപ്പറിൽ ഒട്ടിക്കണ ഗ്ലൂ ഇല്ലേ, അങ്ങനെ കുറച്ച് ഐറ്റംസും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എപ്പോഴും വാങ്ങുന്ന വേറൊരു ടൈപ്പ് ഇറേസർ ആട്ടോ ഇത്. ഇതാണെങ്കിൽ നമ്മൾ ആ ബോക്സിൻ്റെ അകത്ത് വയ്ക്കുന്ന കാരണം അതങ്ങനെ പെട്ടെന്ന് കളറൊന്നും ചേഞ്ചായി അങ്ങനെ മുഷിഞ്ഞൊന്നും പോവില്ല. ഇത് നല്ലൊരു ഇറേസർ ആട്ടോ. പിന്നെ സ്കൂളിലേക്ക് ഒരു പെയർ ഷൂ മേടിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ഒട്ടിക്കുന്ന ടൈപ്പ് ഷൂ ആയിരുന്നു മേടിച്ചത്. അപ്പോൾ അതിങ്ങനെ പെട്ടെന്ന് എന്താണെന്നറിയില്ല, അതിനിങ്ങനെ ഒട്ടാതെ ആയിപ്പോയി. അതുകൊണ്ട് ഈ പ്രാവശ്യം സാധാ പ്ലെയിൻ ഷൂ ആണ് വാങ്ങിയത്. പിന്നെ റഫ് ബുക്കൊക്കെ പൊതിയാനായിട്ട് ഒരു കവറിങ് പേപ്പർ മേടിച്ചു. ഇവർക്ക് നോട്ട്സും ടെക്സ്റ്റൊക്കെ കവർ ചെയ്യാനായിട്ട് സ്കൂളിൽ നിന്ന് തന്നെ നമ്മൾ ടെക്സ്റ്റ് മേടിക്കുമ്പം പേപ്പർ കിട്ടും. അപ്പോൾ റഫ് ബുക്ക് പൊതിയാൻ മാത്രമായിട്ട് നമ്മൾ വാങ്ങിച്ചാൽ മതി. പിന്നെ ഈ സ്നാക്സ് ബോക്സ് ആട്ടോ വാങ്ങിച്ചത്. ഇതെനിക്ക് കുറേ നോക്കിയിട്ട് ലാസ്റ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ട് വാങ്ങിയ സ്നാക്സ് ബോക്സ് ആട്ടോ. ഇതിനകത്താണെങ്കിൽ ഫുൾ ഒരു പാർട്ടായിട്ടല്ല 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് 3 ഐറ്റംസ് ഇട്ട് കൊടുത്ത് വിട്ടാലും അതങ്ങനെ മിക്സായി പോവില്ല. അതുകൊണ്ട് നല്ലൊരു സ്നാക്സ് ബോക്സ് ആട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ലഞ്ച് ബോക്സ് പൊതിയാനായിട്ട് ഒരു 3 ടർക്കിയും പിന്നെ കൈയും മുഖമൊക്കെ തുടയ്ക്കാനായിട്ട് ഒരു ചെറിയ 3-4 ടർക്കിയും വാങ്ങിച്ചു. അപ്പോൾ നമ്മുടെ ചെറിയൊരു ഷോപ്പിംഗ് വ്ലോഗ് ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ചെയ്ത് ചെറിയൊരു സ്മൈലി ആണെങ്കിലും എല്ലാവരും ഒന്ന് കമൻറ്റും കൂടി ചെയ്യണം കേട്ടോ.